നമസ്കാരം ശ്രീലെ. നമസ്കാരം പ്രശാന്ത്. ശ്രീലെ, നമ്മുടെ കേരളത്തിൽ സർക്കാർ നേതൃത്വത്തിൽ തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട് വലിയ രീതിയിൽ മയക്കുമരുന്ന് വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയ്ഡുകൾ ഇങ്ങനെ നിർബാധം തുടരുന്നു. ഒട്ടേറെ പേർ പിടിയിലായി. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് കണ്ടെത്തി നശിപ്പിച്ചത്. ഒട്ടേറെ പേർ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്, വിവിധ പ്രായത്തിലുള്ളവർ. പക്ഷെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത, ഈ മയക്കുമരുന്ന് വിതരണ ശൃംഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന 3 അധ്യാപികമാർ കോഴിക്കോടിന്റെ വടക്കൻ പ്രദേശത്ത്, വടകര, പേരാമ്പ്ര, നാദാപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ പിടികൂടിയ ആൾക്കാർ നൽകിയ വിവരമനുസരിച്ച് ഈ മയക്കുമരുന്നിന്റെ ഇടപാട് നടത്തുന്നത്, സാധനം എത്തിക്കുന്നതും അതിന്റെ പണം വാങ്ങുന്നതും അത് കൈമാറ്റം ചെയ്യുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട 3 അധ്യാപികമാർ പിടിയിലായിട്ടുണ്ടെന്നാണ്. കാവ്യ, നിഷ, അങ്ങനെയൊക്കെ പേരുള്ള 3 അധ്യാപികമാർ. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. നീഷ്മ. ഈ ഞെട്ടിക്കുന്ന വാർത്തയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഈ 3 അധ്യാപികമാരും ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നവരാണ്, ഇടതുപക്ഷ അധ്യാപക സംഘടനയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? പ്രശാന്ത്, ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ സമൂഹ മനസാക്ഷി ആകെപ്പാടെ ഞെട്ടിപ്പോ ഒരു സംഭവമാണ് ഈ വാർത്ത. ഈ വാർത്ത ഞെട്ടാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, അധ്യാപകർ മയക്കുമരുന്ന് ശൃംഖലയുടെ കണ്ണിയാകുന്നു എന്നുള്ളതാണ് ഞെട്ടാനുള്ള കാരണം. പിന്നെ രണ്ടാമത് പറഞ്ഞ ഇവർക്ക് ഇടതുപക്ഷ ആഭിമുഖ്യമുണ്ട്, ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ നേതാക്കളാണ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞെട്ടലുളവാക്കുന്ന കാര്യമല്ല. കാരണം അത് വസ്തുനിഷ്ഠമായി കേരളത്തിലെ രാഷ്ട്രീയവും സാഹചര്യവും വിലയിരുത്തുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് വ്യക്തവും കൃത്യമായി പറയാൻ കഴിയും, ഈ മയക്കുമരുന്നിന്റെ വിപണനവും മയക്കുമരുന്നും ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗവും ഉപഭോഗവും എല്ലാം തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് അതിന്റെ എല്ലാ പരിമിതികളെയും ലംഘിച്ചുകൊണ്ട് അങ്ങേയറ്റം ഇത് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് കേരളത്തിലെ കുട്ടികളെ മതേതരത്വം പറഞ്ഞും പുരോഗമനം പറഞ്ഞും ഇത്തരത്തിലുള്ള രാസലഹരിയിലേക്കും കള്ളിലേക്കും കഞ്ചാവിലേക്കും ഒക്കെ കടത്തിവിടുന്നത് ഇവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്കാണ് എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞുകൊണ്ടും കള്ളു കുടിക്കാത്തവരൊക്കെ വളരെ മോശക്കാരാണ്, അത് മോശപ്പെട്ട കാര്യമാണെന്ന് പോലും സജ്ജ വരുത്തുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോ നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ നീ മദ്യപിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ മദ്യപിക്കാത്ത ആൾക്കാർ എന്തോ കുറവുള്ളവരായി പരിഗണിക്കപ്പെടുകയും മദ്യപിച്ചെങ്കിൽ മാത്രമേ പുരോഗമനം വരികയുള്ളൂ എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തത് നമ്മുടെ തലമുറയോട് കാണിക്കുന്ന ക്രൂരമായ, അടുത്ത വരുന്ന തലമുറകളോട് കാണിക്കുന്ന ക്രൂരമായ ഒരു എന്താണ് പറയുന്നത് എനിക്കറിയില്ല, ക്രൂരമായ ഒരു പ്രതിസന്ധി തന്നെ കുട്ടികളുടെ ഇടയിൽ സൃഷ്ടിക്കും. ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെയൊക്കെ കാലത്ത് ഈ കള്ളും കഞ്ചാവും ഒക്കെ വളരെ കുറവായിരുന്നു. വീടുകളിൽ ഏതെങ്കിലും പ്രായമായ അച്ഛനൊക്കെയാണ് കള്ളു കുടിച്ചിട്ടിരിക്കുന്നത്. കുട്ടികളൊന്നും അങ്ങനെ പോകുന്ന ഒരു കുട്ടികൾ നമ്മുടെ ഒന്നും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെ റെയറാണ്. 90 പേരുള്ളതിൽ 1-2 പേരായിരിക്കും ഏതെങ്കിലും സിഗരറ്റോ ബീഡിയുടെ അറ്റവോ ഒക്കെ വലിച്ചിട്ട് വരുന്നത്. അത് മൊത്തം ബീഡി പോലും കാണില്ല. എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുന്നത് അവിടുന്ന് അറ്റത്തു നിന്നൊക്കെ വലിച്ച് സിഗരറ്റും ഒക്കെ വലിച്ചുകൊണ്ട് വരുന്ന 90-100 കുട്ടികളിൽ ഒന്നായിരിക്കും. പക്ഷെ ഇന്ന് ആ 90 കുട്ടികളിൽ 80% അങ്ങനെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്ലാത്തവരെ കൂടി അതിലേക്ക് ചേർക്കാനുള്ള മാർഗങ്ങൾ ഏത് രീതിയിൽ ആക്കാം, ആ രീതിയിലൊക്കെ കുട്ടികളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി തുടർന്ന ഇടതുപക്ഷ സർക്കാരിന്റെ, അത് വളരെ കൃത്യമായി പറയാൻ കഴിയും, ഇടതുപക്ഷ സർക്കാരിന്റെ പ്രോത്സാഹനത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നതെന്ന് നമുക്ക് ഏവർക്കും വ്യക്തമായി അറിയാം. കേരളത്തിൽ ഈ അടുത്ത കാലത്തെല്ലാം ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടുന്നതും അക്കാലത്തും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും എല്ലാം ഇത്തരത്തിലുള്ള CPM-ന്റെ സഖാക്കന്മാരാണ് പലരും എന്നുള്ളത് യാതൊരു സംശയലേശമെന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ കേസുകളിലെല്ലാം നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയറിയാം, മിക്കവാറും എല്ലാവരും ലോക്കൽ നേതാക്കന്മാരും അതിന്റെ കണ്ണികളുമായിട്ടുള്ളവരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യമാകുന്നു. അധ്യാപകരെന്ന് പറയുമ്പോൾ ഇപ്പോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു, അതായത് ഒരു രോഗി, ഒരു ഡോക്ടർക്ക് തെറ്റുപറ്റിയാൽ ഒരു രോഗി മരിക്കാം, ഒരു എഞ്ചിനീയർക്ക് തെറ്റുപറ്റിയാൽ ചില കെട്ടിടങ്ങൾ തകരാം, കുറച്ച് ആൾക്കാർ മരിക്കാം. പക്ഷെ ഒരു അധ്യാപകന് തെറ്റുപറ്റിയാൽ തലമുറകളാണ് നശിക്കുന്നത്. 1-2 പേരല്ല, ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന അത്രയും വർഷം അതിനുശേഷം ഉണ്ടാകുന്ന തലമുറകൾ, ഈ തലമുറകളിൽ നിന്ന് രൂപം കൊള്ളുന്ന തലമുറകൾ, ഇതെല്ലാം നശിച്ചു പോകും. യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ ഏറ്റവും നന്നായി സമൂഹത്തിൽ ഏറ്റവും നന്നായി പെരുമാറേണ്ട, ഏറ്റവും നന്നായി സമൂഹത്തിൽ കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ട അധ്യാപകർ മയക്കുമരുന്നിന്റെ കണ്ണികളാകുന്നു എന്നുള്ളത് ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ്. അതിൽ തന്നെ
തീർച്ചയായും ഈ 3 അധ്യാപകരുടെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 3 അധ്യാപകർ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അവിടെ മാത്രമല്ലേ അന്വേഷണം നടക്കുന്നുള്ളൂ. ഈ അടുത്ത കാലത്ത് നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളിൽ, തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളായ കോട്ടൺ ഹിൽ സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം വലിയ പ്രശ്നം ഉണ്ടായതാണ്. അവിടെ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ അടക്കം അവിടുത്തെ പ്രധാന അധ്യാപകനെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. പ്രധാന അധ്യാപകൻ ഇത്തരത്തിലുള്ള ചില കണ്ണികളുമായി ബന്ധമുണ്ടെന്ന ആരോപണമുണ്ടായി. അദ്ദേഹത്തെ മാറ്റുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2-3 അധ്യാപകരല്ല, കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള പരിശോധനകൾ, ഈ മയക്കുമരുന്നിൽ കണ്ണികളായവരെ അപ്പോഴും ഒരു വ്യത്യാസമുണ്ട്. രമേശ് ചെന്നിത്തല ഇത്രയെങ്കിലും കണ്ടുപിടിച്ചു. ഞാൻ രമേശ് ചെന്നിത്തലയെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാട്. ഞാൻ ഈ ഭാരത് ലൈവിൽ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്യുമ്പോൾ 1000 പേരിൽ കൂടുതൽ കാണില്ല. ഒരു യൂട്യൂബ് ചാനലിനെ നോക്കുമ്പോൾ 1000 പേര് കണ്ടാലോ 500 പേര് കണ്ടാലോ അത് അവർക്ക് ലാഭകരമല്ല. യഥാർത്ഥത്തിൽ മറ്റൊരു രീതിയിലും ധനസമാഹരണ മാർഗങ്ങൾ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 100 പേര് ഒരു വാർത്ത കണ്ടല്ല 200 പേര് കാണുന്നു, 500 പേര് കാണുന്നു എന്നുള്ളത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഇത്തരം വാർത്തകൾ ചെയ്യുമ്പോൾ ആൾക്കാർ ഇത് കാണില്ല. നേരെ മറിച്ച് സെൻസേഷനോ സിനിമാ നടിമാരുടെ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മൾ സിനിമാ നടിമാരുടെ ചെയ്യാറില്ല, പക്ഷെ എങ്കിലും സിനിമാ നടിമാരുടെയും എന്തെങ്കിലും കോമാളിത്തരം, സിനിമാ നടിമാരുടെ ഈ നടിമാരെന്ന് അവകാശപ്പെടുന്നവരും ഏത് തുക്കള നടിയാണെങ്കിലും ഏതെങ്കിലും കോമാളിത്തരം കാണിച്ച് അതൊക്കെ കാണും ആൾക്കാർ. പക്ഷെ നമ്മൾ അത്തരം വാർത്തകൾ ചെയ്യാറുമില്ല. നമ്മുടെ ആകെയുള്ള സാമ്പത്തിക സ്രോതസ് വന്ന രാഷ്ട്രീയ വാർത്തകൾ മാത്രമാണ്. ഈ വാർത്തകൾ ചെയ്യുമ്പോൾ പോലും നമ്മൾ മയക്കുമരുന്നിനെ കുറിച്ച് വാർത്ത ചെയ്താൽ എപ്പോഴും 500 പേര് 600 പേരെ കാണുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും അതിൽ എഫോർട്ട് എടുത്ത് 500 പേരെങ്കിൽ 500 പേർ അത് കാണട്ടെ, 500 പേർ കണ്ടാൽ മതി. ആ 500 പേരിൽ 500 പേർക്കും അവബോധം ഉണ്ടാകട്ടെ എന്ന രീതിയിൽ എപ്പോഴും ഞാൻ എഫോർട്ട് എടുത്ത് ആ വാർത്തകൾ ചെയ്യണമെന്ന് നിരന്തരം പറയും. അതിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, അതിൽ 10 പേരെ കണ്ടാലേ 10 പേര് കണ്ടാൽ മതി എന്ന നിലപാടെടുക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് പല തലമുറകളും പല കുട്ടികളും നശിച്ചു പോകുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി ഈ രാസലഹരികൾ മാറുമ്പോൾ തീർച്ചയായും അച്ഛനെ അറിയാത്ത മക്കളെ അറിയാത്ത മാതാപിതാക്കൾ ഇങ്ങനെ വലിയ രീതിയിൽ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകളെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള രമേശ് ചെന്നിത്തലയുടെ ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് പറയാനുള്ളത്, എല്ലാ അന്വേഷണവും പോലെ ഇത് ഇടനിലക്കാരിൽ മാത്രം നിൽക്കുകയാണ്. ഇതിന്റെ ഫോക്കസ്, മെയിൻ കണ്ണി ആരാണ് ഇത് കേരളത്തിലേക്ക് വിപണനം ചെയ്തത്, ആരാണ് ഇതിന്റെ മൊത്തക്കച്ചവടക്കാരൻ, ആരാണ് ഇത് ഇവിടെ കൊണ്ടുവരുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി അന്വേഷിച്ച് ആ കണ്ണികൾ കൂടി അറുത്തു മാറ്റാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കുട്ടികൾക്ക് ഒരു സൈഡിലൂടെ കൗൺസിലിംഗ് കൊടുക്കണം. ആ കുട്ടികളെ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ എത്തിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനം നോക്കണം. അത്തരം കുട്ടികളെ വീട്ടുകാരുമായി ചേർന്ന് പുനരധിവസിപ്പിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ, കുട്ടികൾ കൗൺസിലിംഗ് നടത്തണം. അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ കാരണം ഒരു തലമുറ ഒന്നാകെ നമ്മുടെയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ തലമുറ ഒന്നാകെ, നമ്മൾ ഈ ജെൻസി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത്തരം തലമുറകൾ 90% പേരും ഇത്തരത്തിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, ഇപ്പോഴുള്ള ഈ അധ്യാപകരുടെ CPM ബന്ധം എന്നെ ഒരു തരത്തിലും ഞെട്ടിക്കുന്നില്ല. എനിക്ക് വ്യക്തമായും കൃത്യമായും അറിയാമായിരുന്നു ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്ത് ഇങ്ങനെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്പൊ നമുക്ക് പുറത്തു വരുന്ന വാർത്ത, ഇടത് അധ്യാപക സംഘടനയായ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പേരാമ്പ്ര ബ്രാഞ്ച് ഭാരവാഹികളായിരുന്നു ഈ അറസ്റ്റിലായ കാവ്യയും നീഷ്മയും എന്നുള്ളതാണ്. അതായത് കാവ്യ ബ്രാഞ്ച് കൺവീനറും നീഷ്മ ജോയിന്റ് കൺവീനറുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ്. ഈ സാധാരണഗതിയിൽ താൽക്കാലിക നിയമനങ്ങളൊക്കെ നടത്തുന്നത് CPM-മായി ബന്ധമുള്ളവർക്കും CPM-ന്റെ കേഡറുകളെയാണ് ഇവർ താൽക്കാലിക നിയമനങ്ങളായി പലപ്പോഴും ഉണ്ടാക്കുന്നത്. ഈ BRC-യിലെ അധ്യാപകരെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ അത് 1 വർഷത്തേക്കാണ് നിയമനം. അത് കഴിഞ്ഞ് നിരന്തരമായി ഇവർ തുടരുകയാണ്. നല്ല അധ്യാപകരാണെങ്കിൽ ചിലപ്പോൾ തുടരാനുള്ള സൗകര്യം ഉണ്ടാവും, ചിലപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ട് അവരെ അവിടെ തന്നെ നിലനിർത്തുന്നുണ്ടാവും. അങ്ങനെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവർ, ആദ്യകാലത്ത് പണ്ടൊക്കെ ഇവർ പ്രവർത്തകരായിരുന്നില്ല, പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇവരെ പ്രവർത്തകരാക്കി അതിനുശേഷം ഇവരെ തിരികെ കയറ്റാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി, ആ CPM ഘടകത്തെ കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം പോലും ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നുകൊണ്ടിരുന്നത്. ഇവരുടെ അക്കൗണ്ടിൽ പണം വരുമ്പോൾ ആ പണം പിന്നീട് ഇവർ ഗൂഗിൾ മാപ്പിലൂടെ സ്ഥലം മനസ്സിലാക്കാനുള്ള, അവരുടെ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അവിടേക്ക് ഇടനിലക്കാർ വഴി ഇത് കൈമാറുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ പ്രധാന കണ്ണികളുമായി അടുപ്പമുള്ള ആൾക്കാരാണ്, അവർക്ക് ഇത്രയും വിശ്വാസമുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. ഇത്രയും പണം, 1 കോടി രൂപ, 50 ലക്ഷം രൂപ, അതിലേറെ പണം ഈ അധ്യാപികമാരുടെ അക്കൗണ്ടിലൂടെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ അധ്യാപികമാർ ഈ മയക്കുമരുന്ന് കണ്ണിക്ക് അത്രത്തോളം വിശ്വസ്തതയുള്ളവരും അത്രത്തോളം പ്രധാനപ്പെട്ടവരുമാണ് എന്നുള്ളതാണ്. ഇനി അതാരാ എന്നതിലേക്ക്, ഇടനിലക്കാരോ വിതരണക്കാരിലേക്കോ അല്ല പോകേണ്ടത്. ആരാണ് ഈ കൃത്യം ചെയ്തിട്ടുള്ളത്, ആരാണ് ഇവരെ ഇടനിലക്കാരാക്കി, ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. നമുക്കറിയാം, അപ്പൊ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം. കർണാടകയിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് HIV
HIV പരിശോധിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ നമ്മുടെ കുട്ടികൾ പോയി നിൽക്കുന്ന ഒരു അവസ്ഥ, മയക്കുമരുന്നും ഇത്തരത്തിലുള്ള രാസലഹരികളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് കൂടി നമ്മൾ പറയണം, ചിന്തിക്കണം. അത് പുറത്തുവിടില്ല, പക്ഷെ എങ്കിലും അവർ ടെസ്റ്റിനുള്ള നീക്കം നടത്തുന്നു എന്നുള്ള വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവര് നേരത്തെയും ഈ കീർത്തനയ്ക്കെതിരെ മുമ്പും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നും CPM നേതൃത്വം, അതിലെ CPM-ലെ ചില ആൾക്കാരാണ് ഇവരെ സംരക്ഷിച്ചു കൊണ്ടുപോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ പന്തലായിനി BRC-യിൽ കായിക അധ്യാപികയായിരിക്കെ ഹണി ട്രാപ്പ് വഴി ഹെഡ് മാസ്റ്ററിൽ നിന്ന് 3 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതി ഉയർന്നിരുന്നു. ഇവർക്കെതിരെ മുമ്പും പരാതിയുണ്ട്. ഇവർക്കെതിരെ മുമ്പും പരാതിയുണ്ട്. അന്ന് നടപടിയെടുക്കാതെ കോഴിക്കോട് മുൻ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ കീർത്തനയെ സംരക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും അതിന് കാരണം ഈ രാഷ്ട്രീയ പശ്ചാത്തലമാണ്, ഈ രാഷ്ട്രീയ പിൻബലമാണ്. തീർച്ചയായും അതെ. ഈ ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സേവനങ്ങളും ഇത്തരക്കാർക്ക് ലഭ്യമാകുന്നത്. നമുക്കറിയാം എപ്പോഴാണെങ്കിലും, അതായത് 100-ലേറെ പേർ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് പണം വരുന്നത്. ഈ പണം ഇവർ ആർക്ക് കൈമാറി എന്ന് നോക്കിയാൽ മാത്രം മതി. ഇതിൽ ഇടനിലക്കാരായിരുന്നു, അവർക്ക് മുൻപിൽ ആളുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഈ പണം എവിടേക്കാണ് പോയത് എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് ഇതുവരെ പോലീസ് വ്യക്തത വരുത്തുന്നില്ല. ഈ അധ്യാപകരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കരുത്. അതിന്റെ ഉറവിടം എവിടെയാണ്, ആരാണ്? തീർച്ചയായിട്ടും ഇത്രയും പണം 1 കോടി രൂപ 50 ലക്ഷം രൂപയൊക്കെ ഈ മയക്കുമരുന്ന് മാഫിയ പോലുള്ള ഇത്തരം ആൾക്കാരുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സ് അത്രയധികം അവർക്ക് വിശ്വസ്തരായ ആളായിരിക്കണം. അത് നമുക്ക് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പര പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ല. വ്യക്തവും കൃത്യമായി നമുക്ക് ഏവർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. അപ്പൊ അവരുടെ ആ പണം എങ്ങനെയാണ്, ആരുടെ അക്കൗണ്ടിലേക്ക് പോയി, ആർക്കെങ്കിലും ഇത് കൈമാറിയോ, എങ്ങനെയാണ് ഈ പണം കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന് മാത്രം അന്വേഷിച്ചാൽ ആരാണ് ഇതിന്റെ മുഖ്യ കണ്ണി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കോഴിക്കോട് പേരാമ്പ്രയിലെ കാര്യം മാത്രം ഇപ്പൊ പുറത്തു വരുന്നുള്ളൂ. ഇതിന്റെ 10 ഇരട്ടി 100 ഇരട്ടിയാണ് കൊച്ചിയിൽ നടക്കുന്ന ലഹരി മാഫിയയുടെ കച്ചവടങ്ങളും ബാക്കിയുള്ളതും. സിനിമാ രംഗത്ത് ഇതൊന്നും, അവിടേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് കുറച്ച് അന്വേഷണം നടത്തുമ്പോൾ ഇതാണ് ഗതിയെങ്കിൽ കേരളത്തിലുടനീളം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഏറ്റവും പ്രധാനമായി ഇവരുടെ രാഷ്ട്രീയ ബന്ധം തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് പിന്തുണയായത്. ഈ രാഷ്ട്രീയ ബന്ധം ഈ CPM-ന്റെ മയക്കുമരുന്നും അത്തരത്തിലുള്ള കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട CPM-ലെ പല നേതാക്കന്മാർക്കും ബന്ധമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ തലതൊട്ടപ്പനായിരുന്ന കോടിയേരിയുടെ മകൻ ബാംഗ്ലൂരിൽ ഒരു കേസിൽപ്പെട്ടത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും പല സഹായങ്ങളും പല സ്ഥലങ്ങളിലും ഇത്തരക്കാർക്ക് ലഭ്യമായത് ഇത്തരത്തിലുള്ള നേതാക്കന്മാരിൽ നിന്നാണ്. അവരേതെങ്കിലും അപകടത്തിൽപ്പെട്ടാലും അവരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് വരുന്നത്. കേരളത്തിലെ മുഴുവൻ അധ്യാപികമാരെയും, ഞാൻ പറയുന്നത് കേരളത്തിലെ മുഴുവൻ അധ്യാപികമാരെയും ഇത്തരത്തിൽ പരിശോധന നടത്തണം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണോ ഇവർ വിതരണം ചെയ്യുന്നത്? കാരണം കുട്ടികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുന്ന എല്ലാവരെയും ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വരുന്ന തലമുറകളെ ഇല്ലാതാക്കാനുള്ള മാർഗമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മളൊക്കെ മാതാപിതാ ഗുരു ദൈവം എന്ന് ചൊല്ലി പഠിച്ചവരാണ്. പക്ഷെ ആ ചൊല്ലൊക്കെ തെറ്റിച്ചു കളയുന്ന, അതിനെ അപ്രസക്തമാക്കുന്ന, അതിന്റെ അന്തസാരം ഇല്ലാതാക്കി കളയുന്ന തരത്തിലാണ് ഇന്ന് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കും പോലീസ് സേനയ്ക്കും എക്സൈസിനും അധ്യാപകന്റെ കാലിൽ ഇടതുപക്ഷക്കാർ എന്താ പഠിപ്പിക്കുന്നത്? ഒരു അധ്യാപകന്റെ കാലിൽ തൊട്ടു തൊഴുതാൽ അത് അപകടമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ വക്താക്കളല്ലേ ഇവർ? അതാണ് പുരോഗമനം പഠിപ്പിച്ചു കൊടുക്കുകയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അധ്യാപകൻ മയക്കുമരുന്ന് വിതരണം ചെയ്യും വിദ്യാർത്ഥി മയക്കുമരുന്ന് ചോദിക്കും, അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം വഷളാകും. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മളൊക്കെ പഠിച്ചത് സംസ്കാരവും പാരമ്പര്യവും, നമ്മൾ പഠിച്ചിരുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത് തന്നെയാണ്. അറിവ് നൽകുന്ന കാര്യങ്ങളെല്ലാം അത് തന്നെയാണ്. മാതാവിൽ നിന്നാണ് ആദ്യം അറിവ് ലഭ്യമാകുക. നമുക്ക് ആദ്യത്തെ അറിവ് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും അതിനുശേഷം, അതായത് മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ്. പിന്നെ ഗുരുവിനും അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ആലോചിച്ച് നോക്കണം, കുട്ടികൾ ഉണർന്നിരിക്കുന്ന സമയം. നമ്മളിപ്പോ വീട്ടിൽ ചെന്ന രാവിലെ ഒരു 10 മണി മുതൽ 5 മണി വരെയുള്ള സമയം കുട്ടികൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന, കുട്ടികൾ ഉണർന്നിരിക്കുന്ന, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന നമ്മൾ അധ്യാപകരോടൊപ്പമാണ്. നമ്മൾ വീട്ടിൽ ചെന്ന 2-3 മണിക്കൂർ കഴിച്ചു, ആഹാരം കഴിച്ചു, കിടന്നുറങ്ങി, 10 മണിക്കൂറിൽ കിടന്നുറങ്ങി. നമ്മൾ മാതാപിതാക്കളോടൊപ്പം നിൽക്കുന്ന സമയം ബോധപൂർവമായ അല്ലെങ്കിൽ ബോധമുള്ള സമയം കുറവാണ്, നമ്മൾ ഉറങ്ങുകയാണ്. അപ്പൊ ഏറ്റവും അധികം കുട്ടികളെ മോൾഡ് ചെയ്യാൻ സഹായിക്കുന്ന അധ്യാപകരാണ്. നമ്മുടെ പല അധ്യാപകരോട് നമുക്ക് ഇന്നും തീർത്താ തീരാത്ത സ്നേഹമില്ലേ? നമ്മൾ അധ്യാപകരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയാ ചിന്തിക്കുക? നമ്മുടെയൊക്കെ അധ്യാപകരെ കുറിച്ച് നമുക്ക് എത്ര അഭിമാനത്തോടെ ഓർക്കാൻ കഴിയും?
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ അധ്യാപകർ എന്ന് പറയുന്നത് അവരുടെ ജോലിയുടെ മഹത്വം മനസ്സിലാക്കും. പണം ആണോ ഒരു മാനദണ്ഡം എന്ന രീതിയിൽ പെരുമാറുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അധ്യാപകർ ചെയ്യുന്ന ജോലിയുടെ മഹത്വം മനസ്സിലാക്കാതെയാണ് പല അധ്യാപകരും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള അധ്യാപകരാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നതെന്നും പറയാതിരിക്കാൻ കഴിയില്ല. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞാണ്, ചെറിയ വരുമാനം കൊണ്ടാണ്, ചെറിയ വരുമാനമല്ലേ അവർക്കുള്ളൂ, 10,000, 10,000, 11,000 രൂപയൊക്കെ ഉള്ളൂ എന്ന്. 11,000 രൂപയുള്ളെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുമോ? ഞാനും പ്രശാന്തും ഒക്കെ 2,000 രൂപ, 1,500 രൂപയിലാണ് ആദ്യം തുടക്കകാലത്ത് ട്രെയിനിങ്. ആദ്യത്തെ ശമ്പളം 1,100 രൂപയാണ്. അതിൽ ഒരു ദിവസം പോകാതിരുന്ന 66 രൂപ കട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ജോലി ചെയ്തവർ അന്ന് മയക്കുമരുന്ന് കച്ചവടം ചെയ്തിട്ടുണ്ടോ? നമ്മള് പണമില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ മയക്കുമരുന്ന് കച്ചവടം ചെയ്ത് കുട്ടികളെ നശിപ്പിക്കുക എന്നുള്ളത്? ചെയ്യാൻ പറ്റുന്ന മാർഗമാണോ അത്? അല്ല, തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് സപ്പോർട്ട് ചെയ്തവരും ഇതിന്റെ കണ്ണികളായിരിക്കുന്നവരും ഇതിന്റെ ഉറവിടം എവിടെയാണോ അവിടെ തന്നെ കണ്ടെത്തി നശിപ്പിക്കണം. അതിന് രമേശ് ചെന്നിത്തല ആർജവത്തോടെയുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വീകരിക്കണം. അതെ അതെ, കണ്ണു തുറന്ന് സമൂഹം കണ്ണു തുറന്ന് കാണുകയും കാതു തുറന്ന് കേൾക്കുകയും മനസ്സ് തുറന്ന് ചിന്തിക്കുകയും ചെയ്യട്ടെ. തന്റെ ഇടത്തോടുകൂടി നമ്മുടെ സേനകൾ നമ്മൾ ഏറ്റവും സേഫായി നമ്മുടെ കുട്ടികളെ വിടുന്ന ഒരു സ്ഥലമാണ് പഠിക്കാൻ. നമുക്ക് പോകാൻ ഒരു ഇൻഹിബിഷൻസും ഇല്ലാതാണ് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. ഇനിയും ഓരോ മാതാപിതാക്കളും പേടിക്കണം. ഈ അധ്യാപകൻ എന്താണ് ഈ കുട്ടിയെ പല രീതിയിലുള്ള കുട്ടിയെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. ഫിസിക്കലി അബ്യൂസ് ചെയ്യുക, മെന്റലി അബ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പോ അവർക്ക് മയക്കുമരുന്ന് കൂടി നൽകുക എന്ന് പറയുമ്പോ അത് പൂർത്തിയായ ഒരു ഘട്ടം. സത്യത്തിൽ മാതാപിതാക്കൾക്ക് ഇനി പേടിയോടെ കൂടി മാത്രമേ അധ്യാപകരുടെ അടുത്തേക്ക് കുട്ടികളെ വിടാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നല്ല ടീച്ചർ പോലും ഇപ്പൊ പേടി വരുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. എന്തായാലും നമ്മുടെ പോലീസ് സേനയ്ക്ക്, നമ്മുടെ എക്സൈസിന് ഒക്കെ കരുത്തുണ്ടാകട്ടെ, തന്റെ ഇടം ഉണ്ടാകട്ടെ. ഈ വിഷവൃക്ഷത്തെ അതിന്റെ വേരോടുകൂടി പിഴുത് കളയാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ സമൂഹം ഒന്നടങ്കം അതിനുവേണ്ടി പ്രവർത്തിക്കട്ടെ. നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ കരങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് നമുക്ക് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.